RP വീഡിയോ ആയിട്ട് ഇടാനാണോ പറഞ്ഞത്, ലൈവിൽ പറയാനാണോ പറഞ്ഞത്? RP സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണമെന്ന്. അയ്യോ എന്റെ AC വേണമില്ലേ? Rich life, but no AC. What? സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ലൈവിൽ പറയാനില്ല. ലൈവിൽ ഞാൻ പറഞ്ഞോണ്ടിരുന്നല്ലേ. അയ്യേ, ഇതെന്താ വീഡിയോ ഇടാനോ? വീഡിയോ ആയിട്ട് ഇടണമെന്ന്. അതായത് നമ്മളൊരു പ്രൊഫഷണൽ കേട്ടസ് ചെയ്യണമല്ലോ, അപ്പൊ ചെയ്യട്ടെ. ഗൈസ്, ഞാൻ RP റിവ്യൂ ചെയ്യാൻ പോവാണ്. BGMI പുതിയ RP ഇറങ്ങിയിട്ടുണ്ട്. RP തീരാറായോ ഗൈസ്? BGMI 2 മാസം മുന്നേ പുതിയ RP ഇറങ്ങിയായിരുന്നു. അതിന്റെ റിവ്യൂ ആണിത്. ഫസ്റ്റ് എലൈറ്റ് പാസിൽ കിട്ടുന്ന ഔട്ട്ഫിറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഔട്ട്ഫിറ്റ് ഇൻ RP. ഒരു രക്ഷയില്ല. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് ഔട്ട്ഫിറ്റ്, അതും കിടിലനൊരു വിഗും. ഹെൽമെറ്റ് വെച്ച് അപ്പം തന്നെ കാണാതാവുന്ന ഒരു സംഭവമാണ്. എന്നാലും നല്ല സൂപ്പറായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെൽ ഡൺ. പിന്നെ നമുക്ക് 80 UC 40 UC അപ്പം തന്നെ 120 UC 4 ചോക്ക്. പിന്നെ ഒരു M16 ഗൺ, ഒരു ക്യാരറ്റ് തിരികെ വെച്ചേക്കുന്നു. ക്യാരറ്റ് ബഡി, നല്ല സ്കിൻ, കൊള്ളാം, നന്നായിട്ടുണ്ട്. കിണ്ണൻ സ്കിൻ. പിന്നെ ആർക്കും വേണ്ടാത്തൊരു പ്ലെയിൻ സ്കിൻ. ആർക്കും എടുക്കുന്ന ഒരുത്തിനും വേണ്ടാത്ത പരുവത്തിൽ വേറെ സ്കിൻ ഇറക്കിയിട്ടുണ്ട്. ഇത്തവണ ട്രൈ പോലും ചെയ്തില്ല എന്ന് തോന്നുന്നു. എന്തുവരെ സ്ക്രാഗിൾ പ്ലസ് ഫിനിഷ്, കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ലുക്കുണ്ട്. ഒരു ഫ്രഷ് പ്ലെയിൻ സ്കിൻ, കണ്ടാൽ തന്നെ അറിയാം. എനിക്ക് തോന്നുന്നു ഈ പ്ലെയിൻ എവിടെയോ വീണതാണ്, എന്നിട്ട് അവർ ബാൻഡേഡ് ഇട്ടിച്ച് കൊണ്ടുവന്നതാണ്. എടാ പുറകെ ഒരു സെക്കൻഡ്, ഞാൻ RP റിവ്യൂ ചെയ്യുക. പിന്നീട് നമുക്ക് നല്ലൊരു കിടിലൻ ഹെൽമെറ്റ് സ്കിൻ ഇറങ്ങിയിട്ടുണ്ട്. പാമ്പ് കിടക്കുമ്പോൾ ഈ റോസൊക്കെ ഇങ്ങനെ തള്ളിക്കുന്നവർ കാണാനായിട്ട്. അതിൻ്റെ എല്ലാ ലെവലും ആ സെയിം കളറാണ്. പിന്നെ നമ്മളിത് ഇടത്ത് മാത്രം കുറച്ച് ബ്ലാക്ക് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് ലെവൽ 3 ഇതങ്ങ് കുറഞ്ഞു കിട്ടും. ആ ഫ്രണ്ടിൽ നോക്ക്, എനിക്ക് തോന്നുന്നത് രാത്രി ഇത് തിളങ്ങൂന്നാ. ഇതെന്താ പ്ലഷ് വാൾപേപ്പറോ? BGMI ഹോം ഇറക്കിയായിരുന്നല്ലേ, താങ്ക്സ്. ഇനിയിപ്പോൾ RPയിൽ ഇതിപ്പോൾ അഡീഷണൽ സ്ലോട്ടിലായിട്ട് ഇനി അടുത്തത് നോക്കിക്കോ. ഒരു 2-3 RPയും കൂടെ കഴിയുമ്പോഴത്തേക്ക് 100ാമത്തെ സ്ലോട്ടിൽ പുതിയ ഹോമിൻ്റെ വാൾപേപ്പർ എന്നും പറഞ്ഞുകൊണ്ട് സാധനം ഇറക്കി. ഔട്ട്ഫിറ്റിന് പകരം മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഇത് തന്നെതാ അറിയത്തില്ല. ഇത് മറ്റേ മൊണ്ണ സാധനം. ഒരെണ്ണം ആർക്ക് വേണടാ എൻ്റെ പൊന്നടാവേ. ഇത് 30 എണ്ണം വേണം ഒരു ഇതാക്കാൻ. അത് ഒരെണ്ണം കൊണ്ടുവച്ചേക്കുന്ന എന്ത് പരിപാടിയാത്? കഷ്ടം തന്നെ. അതിട്ട് 1000 BP കിട്ടുന്നുണ്ട്. 1000 എന്നാ മനെ 15 സിൽവർ ഫ്രാഗ്മെന്റ്. ഓരോ ലെവല് കഴിയും തോറും ഞാൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ. ഓരോ ലെവല് കഴിയും തോറും BGMI നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുന്നു ഓരോ RPയിലും. നോക്ക്, 1000 BP കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇതിൽ കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. അപ്പം നോക്ക് 15 തന്നെയല്ല, ഞാൻ ഒരു സെക്കൻഡ് നേരത്തേക്ക് 150 ആണെന്ന് ഞാൻ വിചാരിച്ചു. 15 സിൽവർ ഫ്രാഗ്മെന്റ്. 15 സിൽവർ ഫ്രാഗ്മെന്റ് നമുക്ക് എന്ത് കിട്ടുമോ? തളങ്ങ കിട്ടും. പിന്നെ 20 UC, നൈസ്, കുഴപ്പമില്ല. ഒരു മിനി മെറ്റീരിയൽ 1000 BP. ഓക്കെ. പിന്നെ 15, താങ്ക്സ്. ഇതെന്ത് 10 പൈസയ്ക്ക് കൊള്ളാത്ത ഒരു ഔട്ട്ഫിറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരു തച്ചോളി ഇത് ഇറങ്ങിയ പിന്നെ ഇട്ടിട്ടില്ല. ആരും ഇതിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനം ഇറക്കിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഒക്കെ വേസ്റ്റ്. ഓഹോ, ഇത് വലിയ കുഴപ്പമില്ലാത്ത. എനിക്ക് തോന്നുന്നു ഇത്തവണ എനിക്ക് RP കിട്ടിയായിരുന്നു മറ്റേ അക്കൗണ്ടിൽ. അതോ കഴിഞ്ഞ തവണയാണോ കിട്ടിയത്? എനിക്ക് ഓർമ്മയില്ല. അല്ല, ഈ അക്കൗണ്ടിലല്ലേ കിട്ടി. ഈ അക്കൗണ്ടിൽ എനിക്ക് RP ഉണ്ടല്ലോ. ഞാൻ ഈ RP എടുത്തിട്ടില്ലേ? ഉണ്ട്. ഒരു അവിങ്ങിയ VSS സ്കിൻ, ആർക്കും വേണ്ട. ഒരു അപ്ഗ്രേഡബിൾ MK47 സ്കിൻ. അത് ആക്ച്വലി നൈസാണ്. ഇത് കണ്ടിട്ട് മറ്റേ ഇതുപോലെ എനിക്ക് തോന്നുന്നത് വാലറന്റിലെ ആർക്കെയിൻ വാൻഡലിന്റെ അതേ ഫിനിഷർ അല്ലേ, എലിമിനേഷൻ ബ്രോഡ്കാസ്റ്റ് അതുപോലെ ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നല്ല സ്കിൻ എന്ന് വെച്ചാൽ ആകെ അത് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ തോന്നുന്നു ആ ഗണ്ണിന്. വേറെ എന്നാ അവിനാഷ് നോക്കട്ടെ. വേറെ പന്നിപ്പൊളി ബാക്ക് സ്കിൻ നോക്ക്. എനിക്ക് തോന്നുന്നു ഗെയിമിൽ ഇറങ്ങിയിരിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട ബാക്ക് സ്കിൻ ഇതാണെന്ന്. ഏറ്റവും പന്ന ബാക്ക് സ്കിൻ ഇതാ എൻ്റെ അഭിപ്രായത്തിൽ. ഒട്ടക സ്കിന്നാ?
ഒട്ടകം പോയില്ലേ? ഒട്ടകം ഇനിയുണ്ടാ? വാവ് മോഡിൽ ഒട്ടകം ഉണ്ടെന്നാ. ക്യാമൽ ഫിനിഷസ് ഫ്രം ദ ടീം മോഡ് വിൽ ബി യൂസബിൾ ഇൻ ദ വേൾഡ് ഓഫ് വണ്ടർ ലേറ്ററോ? വേൾഡ് ഓഫ് വണ്ടറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് എന്നതാണ് കാര്യം? ഇത് മറ്റേ മാനും മയിലും ഒക്കെ ഇറക്കിയ മാതിരി. ഓ, വാൻ സ്കിൻ കൊള്ളാം കേട്ടോ. പക്ഷെ ഈ വാൻ എപ്പോൾ എവിടെ കാണാനാ? മിറാഡോയിലല്ലേ ഉള്ളൂ. മിറാഡോയിലും സാനോക്കിലും ഉണ്ടോ? വേറെ എവിടെയുള്ള ഇറാങ്കലില്ലല്ലോ. ഇത് കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. നൈസ് സ്കിൻ, ഐ ലൈക്ക് ഇറ്റ്. ആ ഒരു ഫ്ലഫിനെസ് നന്നായിട്ടുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്. വെൽ ഡൺ, വെൽ ഡൺ. ആ, ഫ്രീ ആയിട്ടുള്ളവർക്ക് ഒരു മൊണ്ണ സ്കിൻ കിട്ടുന്നുണ്ട്. ആരും പേടിക്കണ്ട. മുകളിൽ ഞാൻ നോക്കുന്നേ ഇല്ല. ഓ, പിന്നെന്താ M24 അല്ല M7 അപ്ഗ്രേഡബിൾ അല്ലാത്ത, കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിൻ. പിന്നെ നമ്മുടെ ബണ്ണി. എടേ, ഈ ബണ്ണി തന്നെയല്ലേ റോയൽ പാസ് 3-ല് സീസൺ 3-ലെ സീസൺ 3-ഓ 2-ഓ അതിൻ്റെ ഒരു എന്താ കീറിപ്പറങ്ങിട്ട് ഫ്രാങ്കൻസ്റ്റൈൻ വേർഷൻ, പാച്ച് മെറ്റൽ ബണ്ണിയാ. അത് തന്നെ അതിൻ്റെ എക്സാക്റ്റ് ഒരു ഫ്രാങ്കൻസ്റ്റൈൻ വേർഷനാണ് ഇത് അല്ലേ? റീകളർ. ഇതിലെവിടെയാ കളർ അടിക്കാൻ പറ്റുന്നേ? ഞാൻ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇവരെ കുറച്ചുകൂടെ ലിബറൽ ആവണം. ഈ ബണ്ണിയുടെ ആ കളേഴ്സ് ഇല്ലേ, വൈറ്റ് ഇല്ലേ, ആ വൈറ്റ് മാറ്റി കളർ അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ RP ശരിക്കും വേർത്തായിരിക്കും. കാരണം അപ്പം നമുക്ക് ശരിക്കും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഈ ചെറിയ ഹൈലൈറ്റ് മാത്രം അങ്ങനെ മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഗുമ്മായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തുവായത് അല്ലേ? ഒരു സുഖമില്ല. ഈ റെഡ് നല്ലോണം ഇടുമ്പോൾ കൊള്ളാം. മറ്റേ കെയിനൊക്കെ പോലെ ഉണ്ട് അല്ലേ? കണ്ണിൻ്റെ കളർ മാറുന്നുണ്ടോ അവിടെ? ഇല്ലല്ലേ. എന്നിട്ട് പിങ്ക് ഇടാം. കൊള്ളാം. തത്തമ്മ പച്ച പോരാ. ബണ്ണി സ്കിൻ കുഴപ്പമില്ല, നൈസാണ്. പക്ഷെ കസ്റ്റമൈസേഷൻ ഒന്നും പോരാ. അതാണ് RP. നിങ്ങൾക്ക് എൻ്റെ RP റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.